Good morning. We were discussing about the nitric acid and its reactions, and we were stopped somewhere in between the reaction of nitric acid with metals. So we are continuing the rest of the reactions in this class. So first let's see with how the metals react with concentrated nitric acid. Concentrated nitric acid ആയിട്ട് എങ്ങനെയാണ് reaction നടക്കുന്നത് നോക്കാം. A metal M reacts with nitric acid forming metal nitrate plus 2NO2 plus H2O, where M can be any metal like zinc, magnesium, lead, etc. അപ്പോൾ മെഗ്നീഷ്യം സിങ്ക് ലെഡും ഒക്കെ പോലത്തെ മെറ്റൽസ് ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ നൈട്രേറ്റ് ഫോം ചെയ്യുന്നു. ദെൻ ഇനി ടിന്നാണ് വിചാരിക്കുക മെറ്റൽ. ടിൻ റിയാക്ട്സ് വിത്ത് നൈട്രിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഫോമിങ് H2SnO3 or SnO2H2O, which is called metastannic acid. Metastannic acid ഫോം ചെയ്യുന്നു. റിഡക്ഷൻ പ്രോഡക്റ്റ് NO2 തന്നെയാണ്. ഇവിടെ അതെ NO2 തന്നെയാണ് റിഡക്ഷൻ പ്രോഡക്റ്റ് ആയിട്ട്. അതായത് tin get oxidized to H2SnO3 and metal gets HNO3 get reduced to NO2. Then ഇനി അയൺ ആണ് വിചാരിക്കുക. അയൺ റിയാക്ട്സ് വിത്ത് മോഡറേറ്റ്ലി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഫോമിങ് ഫെറസ് നൈട്രേറ്റ്, not ferrous, ferric nitrate plus 3NO2 plus 3H2O. ഇനി ഇത് മോഡറേറ്റ്ലി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഉള്ള റിയാക്ഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടാണ് അയൺ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഫോംസ് ഫെറോസോഫെറിക് ഓക്സൈഡ്. 3Fe plus 8HNO3 concentrated gives FeO, Fe2O3, which is known as ferrosoferric oxide, plus 8NO2. ഇവിടുത്തെ HNO3 gets reduced to NO2 plus 4H2O. ഈ ഫെറോസോഫെറിക് ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പാസിവേറ്റ്സ് ദ മെറ്റൽ ഫ്രം ഫർദർ റിയാക്ഷൻ വിത്ത് നൈട്രിക് ആസിഡ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ് ആദ്യം തന്നെ റിയാക്ഷൻ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ പുറത്ത് ഫെറോസോഫെറിക് ഓക്സൈഡിൻ്റെ ഒരു പാളി അല്ലെങ്കിൽ ഒരു ലെയർ ഫോം ചെയ്യും. And that prevents further reaction with the nitric acid. അപ്പോൾ പാസിവേഷൻ നടന്നിട്ട് ഫർദർ റിയാക്ഷൻ നടക്കില്ല. ഇതേപോലെ തന്നെ അലുമിനിയം, ക്രോമിയം, നിക്കൽ പോലത്തെ മെറ്റൽസ് ഒക്കെയും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡിൻ്റെ ഒരു ലെയർ അതിൻ്റെ പുറത്ത് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഗെറ്റ് പാസിവേറ്റഡ് ആൻഡ് ഫർദർ റിയാക്ഷൻ ഈസ് പ്രിവെൻറ്റഡ്. ദെൻ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിച്ച് ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ മുകളിലുള്ള, അതായത് ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ്റെ മുകളിൽ കിടക്കുന്ന മെറ്റൽസിനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഹൈഡ്രജന് താഴെയുള്ള മെറ്റൽസാണ്. ഹൗ മെറ്റൽസ് ലെസ് ഇലക്ട്രോപോസിറ്റീവ് ദാൻ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ്. ഇപ്പോൾ ഫസ്റ്റ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. വിച്ച് മെറ്റൽ? കോപ്പർ. 2HNO. ഇത് കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലല്ല നടക്കുന്നത്. ഫസ്റ്റ് ദ മെറ്റൽ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഫോമിങ് മെറ്റൽ ഓക്സൈഡ്. ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ഇതിൽ മെറ്റലും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യും. ദെൻ ഈ HNO3 ഗെറ്റ്സ് റെഡ്യൂസ് ടു നൈട്രിക് ഓക്സൈഡ്, NO, നൈട്രിക് ഓക്സൈഡായിട്ട് റെഡ്യൂസ് ചെയ്യും. ദെൻ ഈ CuO, കോപ്പറിൻ്റെ ഓക്സൈഡ്, കമ്പൈൻസ് അഗെയിൻ വിത്ത് നൈട്രിക് ആസിഡ് ഫോമിങ് കോപ്പർ നൈട്രേറ്റ് പ്ലസ് H2O. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് റിയാക്ഷൻ വന്നത്. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദ ഓവറോൾ റിയാക്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് 3Cu plus 8HNO3 dilute gives 3CuNO3 twice plus 2NO plus 4H2O. അപ്പോൾ കോപ്പർ ഗെറ്റ്സ് ഓക്സിഡൈസ് ടു കോപ്പർ നൈട്രേറ്റ് ആൻഡ് നൈട്രിക് ആസിഡ് ഗെറ്റ് റെഡ്യൂസ് ടു നൈട്രിക് ഓക്സൈഡ്. ദെൻ ഇതേപോലെ തന്നെയാണ് സിൽവറും മർക്കുറിയും റിയാക്ട് ചെയ്യുക. 3Ag plus 4HNO3 gives 3AgNO3 plus NO plus 2H2O. അതേപോലെ മെർക്കുറി ആണെങ്കിൽ 6Ag plus 8HNO3 gives 3Hg2NO3 twice plus 2NO plus 4H2O. ഇതിൽ വരുന്ന വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവറിൻ്റെ Ag പ്ലസ് ആണ്, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ നേരെ ഇരട്ടി ബാലൻസിങ്ങിൽ വരുന്നത്. ദെൻ അപ്പോൾ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ കഴിഞ്ഞു. അടുത്തത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനാണ്. 2HNO3 gives H2O plus NO2 plus O. ആദ്യം ഓക്സിജൻ ഫോം ചെയ്യും. ഈ ഓക്സിജൻ കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോപ്പറിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. Then CuO plus 2HNO3 gives CuNO3 twice plus H2O.
നേരത്തെ കണ്ട പോലെ Cu plus 4HNO3 concentrated gives CuNO3 twice plus 2NO2 plus 2H2O. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫോം ചെയ്യുന്നത് 2NO2 ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. H2NO2 പ്ലസ് 4. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്, റിഡക്ഷൻ പ്രോഡക്റ്റ് വ്യത്യാസമുണ്ട്. ഈ നേരത്തെ ഡൈല്യൂട്ട് HNO3 യൂസ് ചെയ്തപ്പോൾ 2NO ആണ്, അല്ല നൈട്രിക് ഓക്സൈഡ് ആണെങ്കിൽ ഇവിടെ നൈട്രജൻ ഡയോക്സൈഡ് ആണ്, NO2 ആണ് ഫോം ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ റിഡക്ഷൻ പ്രോഡക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസ് ഓഫ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് ദ നേച്ചർ ഓഫ് ദ മെറ്റൽ വിത്ത് വിച്ച് നൈട്രിക് ആസിഡ് റിയാക്ട്സ്. അതിനനുസരിച്ച് റിഡക്ഷൻ പ്രോഡക്റ്റിൽ വ്യത്യാസം വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ ഒരു പ്രധാനപ്പെട്ട റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം വിത്ത് അക്വാ റീജിയ. നമുക്കറിയാം ഗോൾഡും പ്ലാറ്റിനവും നോബിൾ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ ഡോണ്ട് റിയാക്ട് വിത്ത് എനി ആസിഡ് ഓർ സബ്സ്റ്റൻസസ്, പക്ഷേ അത് അക്വാ റീജിയ ആയിട്ട് മാത്രം റിയാക്ട് ചെയ്യും. ഇപ്പൊ നോബിൾ മെറ്റൽസ് എന്ന് പറയാൻ തന്നെ കാരണം അതാണ്, അതിന്റെ റിയാക്ടിവിറ്റി തീരെ കുറവാണെന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്വർണം ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അറ്റാക്ഡ് ബൈ എനി ഓഫ് ദ അറ്റ്മോസ്ഫറിക് ഏജൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ കോമൺ കെമിക്കൽസ്. സാധാരണ കെമിക്കൽസും അതേപോലെ അറ്റ്മോസ്ഫറിക് ഏജൻസ് ആയിട്ടുള്ള ലൈറ്റും ഹീറ്റും മോയ്സ്ചറും ഒന്നും ഗോൾഡിനെ അറ്റാക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് അത് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കാരണം അത് ദീർഘകാലം കുഴപ്പമൊന്നും കൂടാതെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മെറ്റാലിക് ലെസ്റ്റർ ഓഫ് കോഴ്സ് ഈസ് ദർ, അതിന്റെ ഗോൾഡൻ ആ കളറ് ഒരു കാരണമാണ്. പക്ഷെ ഇതുകൂടി ഉണ്ട്. നേരെ മറിച്ച് ചെമ്പ് ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണ്? ചെമ്പ് എളുപ്പത്തിൽ തന്നെ അതിന്റെ പുറത്ത് പച്ച കളറിൽ പാളി വരും റിയാക്ഷൻ നടന്നിട്ട്. സോ ഗോൾഡ് ഉപയോഗിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്, മെറ്റൽ ഈ ഓർണമെന്റൽ മെറ്റൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പൊ ഗോൾഡിനെ അലിയിക്കുന്ന ഇതാണ് അക്വാ റീജിയ. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കും. അക്വാ റീജിയ ഇസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl in 1:3 ratio. 1 portion കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും 3 പോർഷൻ കോൺസെൻട്രേറ്റഡ് HCl ചേർത്തുണ്ടാക്കുന്ന മിക്സ്ചറിനാണ് അക്വാ റീജിയ എന്ന് പറയുന്നത്. സോ റിയാക്ഷൻ നോക്കാം. 3HCl plus HNO3 gives NOCl plus 2H2O plus 2Cl. Nasal chlorine ഫോം ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് വെരി റിയാക്റ്റീവ് ആൻഡ് ദിസ് റിയാക്ട്സ് വിത്ത് gold forming Au plus 3Cl gives AuCl3. ഗോൾഡിന്റെ ക്ലോറൈഡ് ഫോം ചെയ്യും ആദ്യം. Then this gold chloride reacts further with HCl forming HAuCl4 plus H2O ആയിരിക്കും, plus 2H2O maybe അല്ല 2NOCl plus 6H2O, 2HAuCl4 plus 3NOCl plus 6H2O. This is called chloro-auric acid. ഗോൾഡിന്റെ ആസിഡ് ആണ് chloro-auric acid. ഇതേപോലെ തന്നെയാണ് പ്ലാറ്റിനം റിയാക്ട് ചെയ്യുക. പ്ലാറ്റിനം പ്ലസ് 2HNO3 പ്ലസ് 8HCl gives H2PtCl6. ക്ലോറോ പ്ലാറ്റിനിക് ആസിഡ്. ക്ലോറോ-ഓറിക് ആസിഡ് എന്ന് പറഞ്ഞ പോലെ ഓറന്നാണല്ലോ ഗോൾഡിന്റെ കെമിക്കൽ നെയിം. അതേപോലെ ക്ലോറോ പ്ലാറ്റിനിക് ആസിഡ് പ്ലസ് 2NOCl പ്ലസ് 4H2O. ദെൻ അത് രണ്ടുമാണ് അക്വാ റീജിയ ആയിട്ടുള്ള റിയാക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ വിത്ത് നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. നൈട്രിക് ആസിഡ് മെറ്റൽസുമായിട്ട് മാത്രമല്ല റിയാക്ട് ചെയ്യുക. ഇറ്റ്സ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് നോൺ മെറ്റൽസ് ഓൾസോ ആൻഡ് ഓക്സിഡൈസസ് ദം ആൻഡ് ഇറ്റ്സെൽഫ് ഗെറ്റ് റെഡ്യൂസ്. നമുക്ക് ചില റിയാക്ഷൻസ് നോക്കാം. Iodine, for example, iodine reacts with 10 iodine molecule reacts with 10 moles of HNO3 forming 2HiO3, which is iodic acid, plus 10NO2 plus 4H2O. But a reduction product nitrogen dioxide. Then carbon reacts with nitric acid forming carbon dioxide. Carbon gets oxidized to carbon dioxide. Carbon plus 4HNO3 gives CO2 plus H2O plus 4NO2. കാർബൺ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. നൈട്രിക് ആസിഡ് നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദെൻ S8 സൾഫർ സാധാരണ 8 ആറ്റം കൂടിയ റിംഗ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. S8 plus 48HNO3 gives 8H2SO4 plus 48NO2 plus 16H2O. അപ്പോൾ എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന സൾഫർ ഗെറ്റ് ഓക്സിഡൈസ് ടു സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ ഫോസ്ഫറസ് ഫോസ്ഫറസ് P4 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. P4 plus 20HNO3 gives 4H3PO4. ഇതേതാ ആസിഡ്? ഫോസ്ഫോറിക് ആസിഡ്. H3PO4 is phosphoric acid plus 20NO2 plus 4H2O. Then arsenic plus 5HNO3 gives H3ASO4 plus 5NO2 plus H2O.
ആഴ്സനിക്കിൻ്റെ ആസിഡാണ്. ഇറ്റ് വിൽ ഫോം അതിൻ്റെ പേര് ആഴ്സനിക് ആസിഡ്. ദെൻ അടുത്തത് ആൻറ്റിമണിയുടെ റിയാക്ഷനാണ്. Sb പ്ലസ് സെയിം ആഴ്സനിക് ആൻറ്റിമണി സെയിം ഗ്രൂപ്പിലാണല്ലോ, 15th ഗ്രൂപ്പ് തന്നെയാണ്. Sb പ്ലസ് 5HNO3 gives H3SbO4 പ്ലസ് 5NO2 പ്ലസ് H2O. ദിസ് ഈസ് നോൺ ആസ് ആൻറ്റിമണിക് ആസിഡ്. ആൻറ്റിമണിക് ആസിഡ് എന്നാണ് H3SbO4നെ പറയാം. അപ്പോൾ ഇത്രയാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സുമായിട്ടുള്ള നോട്ട് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ, കോമൺ നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻസ്. സോ ആക്ഷൻ വിത്ത് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ നേരത്തെ ആക്ഷൻ വിത്ത് നോൺ മെറ്റൽസ് വരെയാണ് പറഞ്ഞിരുന്നത്. ബാക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടിലും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആയിരിക്കും. ഓക്സിഡേഷൻ പ്രോഡക്റ്റ് സെയിം ആയിരിക്കും, റിഡക്ഷൻ പ്രോഡക്റ്റിലാണ് വ്യത്യാസം വരിക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ അത് NO2 ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. ഡയല്യൂട്ട് HNO3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് NO ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. ഇത്ര വ്യത്യാസമുള്ളൂ. ബാക്കി പ്രോഡക്ട്സ് ഓക്സിഡേഷൻ പ്രോഡക്ട്സ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺസെൻട്രേറ്റഡ് HNO3 ഓക്സിഡൈസസ് H2S2S, അതേപോലെ തന്നെ ഡയല്യൂട്ട് HNO3 ഓൾസോ ഓക്സിഡൈസസ് H2S2S. ഇപ്പോൾ റിയാക്ഷൻ നോക്കാം. 2HNO3 gives H2O plus 2NO2 plus O. ഈ ഫസ്റ്റ് എന്ന് എഴുതി വെച്ച റിയാക്ഷൻ ബാക്കി ഒരു റിയാക്ഷൻ കോൺസെൻട്രേറ്റഡ് HNO3 ഉപയോഗിക്കുന്ന എല്ലാത്തിനും കോമൺ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ 1 ഇട്ട് വെച്ചതാണ്. ഇനി നിങ്ങൾക്ക് ചില ഇതിൽ ചെയ്യാനുള്ള വർക്ക് ഞാൻ തരാം, അപ്പോൾ അത് വേണ്ടി വരും. Then H2S plus O giving H2O plus S. Then the overall reaction is H2S plus 2HNO3 plus gives 2NO2 plus 2H2O plus S. അപ്പോൾ ഇവിടെ എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വന്ന മാറ്റം? ഇവിടെ സൾഫറിൻ്റെ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു, -2 ആയിരുന്നു. ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ടു S which is 0, -2 to 0 ആണ്. Then dilute HNO3 oxidizes H2S2S. ഇവിടെ സെയിം തന്നെയാണ് സൾഫറിന് സംഭവിക്കുന്നത്, പക്ഷേ നൈട്രിക് ആസിഡിൻ്റെ റിഡക്ഷൻ വ്യത്യാസമുണ്ട്. 2HNO3 gives H2O plus 2NO plus 3O. ഞാൻ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡയല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ റിയാക്ഷൻ സെയിം ആണ് വരിക. H2S plus O gives H2O plus S into 3. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3H2S plus 2HNO3 gives 2NO plus 4H2O plus 3S. ഇനി SO2 to H2SO4. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ഓക്സിഡൈസസ് സൾഫർ ഡയോക്സൈഡ് ടു H2SO4 സൾഫ്യൂരിക് ആസിഡ്. SO2 plus 2HNO3 gives H2SO4 plus 2NO2. ഇവിടെ എന്താ വ്യത്യാസം വന്നേ? O2 this is -4, so +4 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കാണ്. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ. ഈ ഡയല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ സൾഫറിന് ഉണ്ടാകുന്ന മാറ്റം സെയിം തന്നെയാണ്. 3SO2 plus 2HNO3 plus 2H2O giving 3H2SO4 plus 2NO. ഞാൻ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് തരുന്ന വർക്ക് അതാണ്. നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബാക്കി ഈ സ്റ്റെപ്സ് കൂടി എഴുതണം. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്, ബാക്കി സെക്കൻഡ് സ്റ്റെപ്പ് മാത്രം നിങ്ങൾ എഴുതുക. പിന്നെ ഓവറോൾ റിയാക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്, അപ്പോൾ എളുപ്പമാണ്. സെക്കൻഡ് സ്റ്റെപ്പിലെ റിയാക്ഷൻ എഴുതാൻ എളുപ്പമാണ്. ഇത് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അടുത്തതും അങ്ങനെ തന്നെ. 2HNO3 gives H2O plus 2NO plus O. Ferrous to ferric salt in presence of dilute H2SO4. Nitric acid oxidizes ferrous salts to ferric salts in presence of dilute H2SO4. Ferrous എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഫെറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +4 ആണ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും വരിക കോൺസെൻട്രേറ്റഡ് ഉപയോഗിക്കുമ്പോൾ. Then second reaction, 2FeSO4 plus H2SO4 plus oxygen gives Fe2SO4 thrice ferric sulfate plus H2O. Overall reaction can be written as 2FeSO4 plus H2SO4 plus 2HNO3 gives Fe2SO4 thrice plus 2H2O plus 2NO2. ഇനി ഇതിൻ്റെ ഡൈല്യൂട്ട് ആസിഡ് വെച്ചിട്ടുള്ള റിയാക്ഷനെ ഞാൻ ഓവറോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എളുപ്പമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ സെക്കൻഡ് കാണിച്ചു കൊടുത്തിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പിലെ റിയാക്ഷനും കൂടി എഴുതിയിട്ട് നിങ്ങൾ ആ റിയാക്ഷൻ കംപ്ലീറ്റ് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യണം. 6FeSO4 plus 3H2SO4 plus oxygen gives Fe2SO4 thrice plus 4H2O plus 2NO. Then action with organic compounds. പല ഓർഗാനിക് കോമ്പൗണ്ട്സിനെയും ഈ നൈട്രിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യും. ഓൾസോ ഇറ്റ് ആക്ട് ആസ് എ നൈട്രേറ്റിംഗ് ഏജന്റ് ഇൻ ദ കേസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് ലൈക്ക് ബെൻസീനെ നൈട്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ബെൻസീൻ്റെ ഡെറിവേറ്റീവ്സിനെ നൈട്രേറ്റ് ചെയ്യാനൊക്കെ നൈട്രേറ്റിംഗ് മിക്സ്ചറിലും നൈട്രിക് ആസിഡ് യൂസ് ചെയ്യും. സോ നമുക്ക് ഒരു രണ്ട് റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സൂക്രോസ് ടു ഓക്സാലിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഓക്സിഡൈസസ് സൂക്രോസ് ടു ഓക്സാലിക് ആസിഡ്. ഫസ്റ്റ്
2HNO3 gives H2O plus 2NO2 plus O into 18. 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. C12H22O11 plus 18 oxygen gives 6H2C2O4 plus 5H2O. അപ്പോൾ 6H2C2O4 ആണ് ഈ ഓക്സാലിക് ആസിഡ്. ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എഴുതാം? C12H22O11 plus 36HNO3 gives 6H2C2O4 plus 36NO2 plus 23H2O. ഇവിടെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. Then another reaction is nitration. Nitration reaction ആണ്. C6H5H എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബെൻസിന്റെ ഫോമിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, C6H6 പ്ലസ് NO2OH. NO2OH കൂടി ഒരു ഇത് ഫോം HNO3 എന്നെ നമുക്ക് എന്ത് ചെയ്യാം? OHNO2 എന്ന് എഴുതാം. ഇവിടുന്നാണല്ലോ വരുന്നത്. രണ്ടും കൂടി വാട്ടർ എലിമിനേറ്റ് ചെയ്യും. At 70 degrees Celsius in presence of concentrated sulfuric acid it gives C6H5NO2, അതായത് നൈട്രോബെൻസീൻ പ്ലസ് H2O. ഇത് നിങ്ങൾ മെക്കാനിസം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന റിയാക്ഷനാണ്. മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾ പഠിക്കുന്ന റിയാക്ഷൻ തന്നെയാണ്. അത് ഇവിടെ ഞാൻ പറയുന്നില്ല. ഇൻഓർഗാനിക്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഓർഗാനിക്കിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇത് ഇത്രയാണ് റിയാക്ഷൻസ് പഠിക്കാനുള്ളത്. ഇനി യൂസസ് ആണ്. എന്തൊക്കെയാണ് നൈട്രിക് ആസിഡിൻ്റെ യൂസസ് എന്നുള്ളതാണ്. ഒന്ന്, ഇറ്റ്സ് യൂസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം നൈട്രേറ്റ്. നൈട്രേറ്റ്സ് വരുന്ന ഫെർട്ടിലൈസേഴ്സ്, നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ്, അമോണിയം നൈട്രേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. Then it is used to make many other organic compounds including nitroglycerin and trinitrotoluene TNT. എന്താ ഈ നൈട്രോഗ്ലിസറിനും ട്രൈനൈട്രോട്ടോളുവിനും? ദേ ആർ എക്സ്പ്ലോസീവ്സ്. നൈട്രേറ്റ്സിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. യൂഷ്വലി ദേ ആർ എക്സ്പ്ലോസീവ്സ്. ഞാൻ നേരത്തെ പൊട്ടാസ്യം നൈട്രേറ്റും കാൽഷ്യം നൈട്രേറ്റും പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേ ആർ എക്സ്പ്ലോസീവ്സ്. അതേപോലെ നൈട്രോഗ്ലിസറിനും ട്രൈനൈട്രോട്ടോളുവിൻ ഓർ TNTയും എക്സ്പ്ലോസീവ്സ് ആണ്. Then another one, pickling of stainless steel. Pickling of stainless steel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പുറത്ത് ഓക്സൈഡ് ലെയർ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിക്ലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ദെൻ ആസ് എൻ ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്. റോക്കറ്റ് ഫ്യൂവൽസിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ആസ് എ ലബോറട്ടറി റിയേജന്റ് പല റിയാക്ഷൻസിലും നിങ്ങൾക്കറിയാം, in qualitative as well as quantitative analysis we are using concentrated and dilute nitric acid. പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓർഗാനിക് റിയാക്ഷൻസ് ആണെങ്കിൽ നൈട്രേഷന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ പല തരത്തിൽ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ